அந்த பகுதியில் முழுவதும் மாற்று சமூகத்தை சார்ந்த மக்கள், இஸ்லாம் சமுதாயத்தை சார்ந்த மக்கள் வசிக்கிறார்கள். அவர்களுக்கு சிவலிங்கத்தின் சிறப்பு தெரியாது, அந்த மண்ணுடைய வரலாறு தெரியாது. ஏதோ ஒரு ஆவணத்தை எடுத்து அங்கே நூற்றுக்கணக்கான சிவலிங்கம் இருந்ததென்கிற சான்றை கையில் எடுத்து ஒரு திருக்கூட்டத்தை உருவாக்கி அந்த இடத்தை மீண்டும் சிவராஜதானியாக மாற்றக்கூடிய திருப்பணியிலே ஈடுபட்டிருக்கின்ற கவின் மலையாளம் தவழ்ந்தோடுகின்ற கேரளத்தை சார்ந்த நண்பர் சிவனடியார் விபின் அவர்கள் அனுபவ உரை வழங்குகிறார். அவர் பேசுறது மலையாளத்தில் இருக்குங்க. நான் நம்புகிறேன் அனைவருக்கும் அது புரியும். ஏனென்றால் அது உணர்வு மிக்க உரை. എല്ലാവർക്കും നമസ്കാരം. തമിഴ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എത്ര പേർക്കത് മലയാളം മനസ്സിലാവുമെന്നും എനിക്കറിയില്ല. അയ്യ നേരത്തെ ഇവിടെ നമ്മോടെല്ലാം ചൊല്ലി ഇത് കേരളാവിൽ ഒരു ടെമ്പിളിന്, കേരള എന്ന് പറഞ്ഞാൽ ചേരമാൻ പെരുമാളുടെ, ചേരമാൻ നായനാരുടെ കേന്ദ്രമാണ്. அந்த കേന്ദ്രത്തിൽ ഷൊർണൂർ പക്കത്ത് ഒരു തളി എന്ന ഒരു ഇടം ഇருக்கு. அந்த இடத்துல நிறைய சிவலிங்க பெருமாள் ரோடு பக்கத்துக்கும் அந்த വഴിവക്കത്തുമെല്ലാം ഈ ഇടങ്ങളിലുമെല്ലാമായി തകർന്നു കിടക്കുന്നു. 108 ശിവൻ കോവിലുകൾ அந்த இடத்துல அந்த 7ஆம் நூற்றாண்டுக்கு காலத்து அந்த இடத்துல இருக்கு. அந்த டெம்பிள் எல்லாமே உடைஞ்சு போச்சு. ஒரு 3 டெம்பிள் மாத்திரம் அந்த இடத்துல உடையாம இந்த சமயத்தும் அங்கே இருக்கு. அந்த இடத்துல ஒரு பாடசேகரத்தில் வயலில் ஒரு சிவலிங்க കണ്ടെത്തി. அந்த ശിവലിംഗത്തെ ഒരു പെരിയ കോവിൽ പണിയുന്നതിന് വേണ്ടി മോക്ഷ എന്ന പേരിലൊരു ട്രസ്റ്റ് அந்த இடத்துல രൂപീകരിച്ചു. அந்த സമയത്ത് இந்த തമിഴ്നാട്ടിൽ നിന്ന് നേരത്തെ ഇവിടെ സംസാരിച്ച മണികണ്ഠൻ അവരെല്ലാവരും കൂടി തമിഴ്നാട്ടിൽ നിന്ന് കൊഞ്ചം ആളുകൾ ശിവഭക്തർ അങ്ങേടത്ത് എത്തി. அந்த இடത്തിനൊരു പ്രത്യേകതയുണ്ട്. அந்த இடத்துல ഹിന്ദു മനുഷ്യരില്ലേ, அந்த இடத்துலெல்லாம் മുസ്ലിം 100% മുസ്ലിം ഇരിക്കുന്ന സ്ഥലം. அந்த തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം ശിവഭക്തരെത്തി அந்த ശിവലിംഗമെല്ലാം എടുത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ചൊല്ലി എനിക്ക് ഫോൺ വന്ന്. அந்த മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഫോൺ പണി. அந்த സമയത്ത് ഞാനങ്ങ് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെ കാറെടുത്ത് அந்த இடത്ത് എത്തി. ഇവരോടെല്ലാം പേശി அந்த സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ ഇത്രയും വലിയ ഒരു ശൈവ സിസ്റ്റം ഇരിക്കുകയെന്ന് ഞാൻ தெரிയുന്നത് എനിക്ക് വലിയ സന്തോഷമായി. തൊട്ടടുത്ത നെക്സ്റ്റ് ഡേ കോയമ്പത്തൂരിൽ അയ്യാവെ വന്ന് കണ്ടു. அந்த അയ്യാവിടെ അടുത്ത് ഞാൻ ഇതെന്താ എല്ലാം ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എല്ലാം അയ്യാവുക്ക് മുന്നിൽ വെച്ചു. அந்த സമയത്ത് അയ്യ എന്നോട് ചൊല്ലി அந்த இடத்துல പെരുമാൾക്ക് വലിയ കോവിൽ ഉണ്ടാകണം, അതിൻ്റെ എല്ലാ സപ്പോർട്ടും അരൺപണി അറക്കട്ടൽ ട്രസ്റ്റ് നമുക്ക് തരുമെന്ന് പറഞ്ഞു. அந்த ഉറപ്പിന് മേലെ മുന്നോട്ട് പോയി. அந்த இடத்துல ഒരു 1.5 ഏക്കർ സ്ഥലം ലാൻഡ് പാഡി ഫീൽഡ് നമ്മ പർച്ചേസ് പണി. കഴിഞ്ഞ മാർച്ച് 2023 മാർച്ചിൽ കേരളക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ அந்த இடത്തിലെത്തി. அந்த இடத்துல ശില സ്ഥാപനം നൽകി, ക്ഷേത്രത്തിക്ക് ശില സ്ഥാപിച്ചു. 250 വർഷം മുന്നാടി 150 വർഷം മുന്നാടി ടിപ്പു സുൽത്താൻ തകർത്ത കോവിൽ, அந்த ടിപ്പു സുൽത്താൻ തകർത്ത കോവിൽ இந்த കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന് அந்த இடத்துல ശിലാസ്ഥാപനം നടത്തി. അത് അയ്യാവുടെ സഹായത്താൽ. അപ്പോൾ அந்த இடத்துல വലിയൊരു കോവിൽ നിർമ്മാണ ഡിസ്കഷൻ സമയത്ത് இந்த 108 കോവിലുകളെ കുറിച്ച് അയ്യാവോട് ഞാൻ പേശി. அந்த സമയത്ത് അയ്യ പറഞ്ഞു, കേരളാവിൽ இந்த കാലത്ത് அந்த 5000 വർഷത്തേക്ക് ചരിത്രത്തിൽ இந்த സമയത്ത് എങ്ങും കേരളാവിൽ 108 ശിവൻ കോവിലുകൾ அந்த இடത്തിലില്ലേ. തമിഴ്നാട്ടിൽ 2-3 സ്ഥലത്ത് 108 ശിവൻ കോവിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രമുണ്ട്.
அந்த 5000 வருஷത്തെ கேரளாவுக்கு ചരിത്രത്തിൽ ആദ്യമായി அந்த തളിയിടത്തിൽ അയ്യാവുടെ നേതൃത്വത്തിൽ 108 ശിവലിംഗങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. அந்த ക്ഷേത്രத்துக்கு നിർമ്മാണം എല്ലാം கொஞ்சம் ആരംഭിച്ചതല്ല. അതിനുള്ള കല്ല് എല്ലാം തമിഴ്നാട്ടിൽ അയ്യ ഓർഡർ നൽകി. அந்த വുഡ് 30 ലക്ഷத்துக்கு വുഡ് കേരളാവിൽ ഓർഡർ നൽകി എല്ലാമായി മുന്നോട്ട് പോകുന്നു. இந்த ജനുവരി പകുതി കഴിഞ്ഞാൽ அந்த കൃഷിയെല്ലാം വിളവ് കഴിഞ്ഞാൽ அந்த இடத்துல ക്ഷേത്ര കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് പണ്ണും. അത് ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ அந்த കുംഭാഭിഷേകം പ്ലാൻ ചെയ്തിരിക്കുന്നു. എല്ലാ ശിവഭക്തരെയും അങ്ങേടത്തേക്ക് വിളിക്കുന്നു. എല്ലാവരുടെയും സഹായം ആവശ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം. ஒன்றை நாம் புரிந்து கொள்ள முடிந்தது. திப்பு சுல்தான் காலத்தில் கண்ட அந்த சிவாலயம் மேதகு கேரள மாநிலத்தினுடைய இக்கால ஆளுநர் திரு ஆரிஃப் முகமது கான் அவர்களால் திருப்பணி தொடங்கப்பட்டிருக்கிறது என்கிற செய்தியை விபின் அவர்கள் நமக்கு சொன்னார்கள். மிக விரைவில் திருக்குட நன்னீராட்டு பெருவிழா. இப்பொழுதே நம் அனைவருக்கும் அழைப்பு விடுத்து விட்டார். திரு விபின் அவர்களுக்கு நம்முடைய அன்புக்குரிய பாண்டே ஐயா அவர்கள் சிறப்பு செய்கின்றார். எல்லாரும் அப்படியே உட்காரலாமுங்க.